ദൈവകൽപ്പനകളെ ശിരസാവഹിച്ച് ദൈവരാജ്യ വ്യാപനത്തിനായി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട കുടുംബം. പ്രശസ്ത വചനപ്രഘോഷകൻ എൽവിസ് കൂട്ടൂരാന്റെ ഭാര്യയും 7 മക്കളുടെ അമ്മയുമായ പ്രിയ ആത്മീയമായി മക്കളെ വളർത്തി കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയതിന്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. മക്കളെ ആത്മീയമായിട്ട് എങ്ങനെ വളർത്തിയ? അവരെ ഞങ്ങൾ ദിവസവും കുർബാനയ്ക്ക് പോവുക ഒരു പതിവാണ്. കുമ്പസാരം, കുർബാന, ആരാധന. പിള്ളേരെല്ലാം ചെറുതായിരുന്നപ്പോഴേ തന്നെ, വയറ്റിലായിരുന്നപ്പോഴും 1 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ കൊച്ചിനെ കൊണ്ട് തന്നെ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. കാരണം കുർബാനയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ പിടിച്ചു നിർത്തി എനിക്ക് ധൈര്യം തന്നതും എനിക്ക് ശക്തി തന്നതും എല്ലാം കുർബാനയിലൂടെയാണ്. എനിക്ക് ശരിക്കും ഒരു വലിയ അനുഭവമായിരുന്നു കുർബാന എനിക്ക്. പിന്നെ മുതിർന്നു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ പ്രയറും കൃത്യമായിട്ട് നോക്കുമായിരുന്നു, അവർ ചെയ്യുന്നതുണ്ടോ എന്നൊക്കെ. പിന്നെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ അവർ പ്രത്യേകമായ ഓരോ കാര്യങ്ങൾ അവർക്ക് കൊടുക്കും, അവർ ഇൻറ്റർസീഡ് ചെയ്യാൻ. ഇപ്പോൾ ഒരാൾ ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരാൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങളുടെ മിനിസ്ട്രിയിലുള്ള കുറച്ച് പേരുടെ പേരുകളും കൊടുക്കും. അവരത് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എന്ത് കാര്യങ്ങളും അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഞാൻ പറയാം, നീ ഈശോയോട് ചോദിക്കുക, ഈശോയുടെ ഹിതമാണെങ്കിൽ നിനക്കത് കിട്ടിയിരിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവർക്ക് അതൊരു അനുഭവമാകാൻ തന്നെ എനിക്കറിയാം. ഈ അടുത്ത് എൻ്റെ 2ാമത്തെ മോള് പിയാനോ പഠിക്കുന്നുണ്ട്. അപ്പം അവൾക്കൊരു പിയാനോ വേണം. പിയാനോ ഭയങ്കര എക്സ്പെൻസീവാണ്, 80,000 രൂപയാണ്. നമുക്കതൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, കർത്താവ് സമ്പന്നനാണ്, നീ പ്രാർത്ഥിക്കുക, ദൈവം തരട്ടെ. അങ്ങനെ അവൾ എല്ലാ ദിവസവും കൊന്തയിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്ത് വലിയ അത്ഭുതമാണെന്ന് വെച്ചാൽ, ഒരു ദിവസം എൻ്റെ ഡാഡി എന്നെ വിളിച്ചിട്ട് പറയാം, ഞാൻ നിൻ്റെ 2ാമത്തവൾക്ക് ഞാനൊരു ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിച്ചു കൊടുക്കുക, അവൾ പഠിക്കുന്ന പിയാനോ അല്ലേ, ഞാനത് വാങ്ങിച്ചു കൊടുക്കുക അവൾക്ക്. അങ്ങനെ ശരിക്കും ഒരിക്കലും ഞങ്ങളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷെ ദൈവം തോന്നിപ്പിക്കുക. എൻ്റെ 2 മക്കൾക്ക് കണ്ണാടി വെക്കേണ്ടതായിരുന്നു, ഭയങ്കര പവറായിരുന്നു. പക്ഷേ അവർ കൊന്തയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, ബർത്തിമേസിനെ സുഖപ്പെടുത്തിയ കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ. അങ്ങനെ അവരുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. അവർക്ക് കണ്ണാടിയും ഒരാൾക്ക് വെച്ചിരുന്ന ഭയങ്കര പവറുണ്ടായിരുന്ന, പക്ഷേ സൗഖ്യം കൊടുത്തു. അങ്ങനെ ഓരോ അനുഭവത്തിലൂടെ ശരിക്കും ദൈവം അവരെ ആത്മീയമായി വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.